മഹാന്മാരെ സ്നേഹിച്ചാൽ, അവരെ ആദരിച്ചാൽ, ആദരിച്ചവർക്കും സ്നേഹിച്ചവർക്കും എപ്പോഴും അവരുടെ പിന്നിലൂടെ നടക്കാനും പോവാനും കഴിയും. അൽ കഹ്ഫിന്റെ നായനെ പറ്റി നമുക്കറിയാം. സൂറത്തുൽ അൽ കഹ്ഫിന്റെ നായനെ പറ്റി നമുക്കറിയാം. അൽ കഹ്ഫ് 7 ഗുഹാനിവാസികൾ അവരെങ്ങനെ അള്ളാഹുവിന്റെ വഴിയിലായി കൊണ്ടുപോകുമ്പോ അവരെ പിന്തുടർന്ന ഒരു നായ, ആ നായ പിന്തുടർന്നപ്പോൾ അൽ കഹ്ഫീങ്ങളായ മഹാന്മാർ അൽബച്ചണ്ട് ചെറുപ്പക്കാർ കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് നായനെ ഓടിക്കുന്നു. നായ പോണില്ല. വീണ്ടും കല്ലെടുത്തുകൊണ്ട് ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ നായ പറയുന്നു, കൂട്ടുകാരെ, നിങ്ങൾ എന്തിനാ എന്നെ ഓടിക്കുന്നത്? ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്, ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അഹ്ബായികളെ സ്നേഹിക്കുന്ന ഒരാളാ ഞാൻ. അള്ളാന്റെ മഹാന്മാരെ സ്നേഹിക്കുന്ന ഒരാളാ ഞാൻ. പിന്നെ നിങ്ങളെന്തിനാ എന്നെ ഓടിക്കുന്നതെന്നാണ് നായ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ആ നായനെ അള്ളാഹു സ്വീകരിച്ചില്ലേ? ഖുർആൻ പറഞ്ഞില്ലേ, വകൽബുഹും ബാസിതും ദിറാഇ ബിൽ വസീദ് ലവിത്തലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറാ. വകൽബുഹും ബാസിതുൻ. അൽ കഹ്ഫികൾ ആ ഗുഹയിൽ താമസിക്കുമ്പോൾ ആ ഗുഹയുടെ പുറത്ത് നായ വന്നുകൊണ്ട് നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്, കാവലായി നിൽക്കുന്നു, പ്രൊട്ടക്ഷനായി നിൽക്കുന്നു. ഈ നായ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നു. തുമീർ എന്ന് പറയപ്പെടുന്നു. നായ എന്താ ചെയ്തത്? നിസ്കരിച്ചതല്ല, നായ നോമ്പ് നോറ്റതല്ല. നായ എന്ത് പറഞ്ഞു? കൂട്ടുകാരെ, ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്, ഞാൻ അള്ളാന്റെ മഹാന്മാരെ സ്നേഹിക്കുന്നവനാ, ഞാൻ അള്ളാഹുവിന്റെ മഹാന്മാരെ സ്നേഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞ കാരണത്താൽ നായക്ക് സ്വർഗത്തിലേക്ക് നേരിട്ട് ടിക്കറ്റ്. അൽഹംദുലില്ലാഹ്. എന്താണ് അവ? മഹാന്മാരെ ബഹുമാനിക്കുക. ഞാൻ നിർത്തുകയാണ്. മഹാന്മാരെ ആദരിക്കുക, അവരുടെ കുരുത്തവും പൊരുത്തവും നേടുക.